ഓണം ഇങ്ങ് വന്നെത്തി. കുട്ടികൾക്കൊക്കെ ഊഞ്ഞാലിലാടാനുള്ള സമയമായി. നമ്മളും കുട്ടിക്കാലത്ത് ഇതുപോലെ ആടിയിട്ടുണ്ട്. കുഞ്ഞ് സാധനത്തിനും ആടാനൊരാഗ്രഹം. ഒറ്റയ്ക്ക് ആടാൻ വിടാൻ പറ്റാത്തതുകൊണ്ട് അമ്മ കുഞ്ഞിനെ ഊഞ്ഞാലിലാട്ടുന്നു. ഓണക്കോടി ആർദ്രയുടെ ബർത്ത്ഡേയും ഇങ്ങെത്തി. അതെല്ലാം കണക്കാക്കി രണ്ടുപേർക്കും കുറച്ച് തുണിയൊക്കെ എടുത്തു. കുഞ്ഞ് അമ്മുമ്മയായിട്ട് അഭിനയിക്കുകയാണ്. അച്ഛൻ്റെ അഭിനയ മികവൊക്കെ കുട്ടിക്കും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വലുതും ചെറുതും അവരുടെ കുട്ടിക്കാലം അടിച്ചു പൊളിക്കുകയാണ്. ഈ കാറ് വാങ്ങിച്ചിട്ട് ഇത് വലുതായിട്ട് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. സമയം കിട്ടിയപ്പം കൊച്ചിനെ കൊണ്ട് കാറൊക്കെ ഒന്ന് ഓടിപ്പിക്കുകയൊക്കെ ചെയ്തു. അവൾ നന്നായിട്ട് ഓടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കരുനാഗപ്പള്ളിയിലുള്ളൊരു അച്ഛൻ്റെ മെഷീൻ നോക്കാൻ വേണ്ടി പോയി. അത് ഓണാക്കുന്നതും ഓഫാക്കുന്നതും അതേപോലെ അതിൻ്റെ ഫിൽട്ടർ പോർഷൻ തുറന്ന് ഓപ്പൺ ചെയ്ത് എടുക്കുന്നതും അത് ക്ലീൻ ചെയ്ത് തിരികെ ഫിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ അച്ഛന് പഠിപ്പിച്ചു കൊടുത്തു. വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നിട്ട് രേഷ്മയ്ക്കൊരു ഫോൺ വാങ്ങിക്കണമായിരുന്നു. അതിനുവേണ്ടി കുട്ടികളെയും ഒരുക്കി ഞങ്ങൾ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി കായംകുളത്തോട്ട് പോയി. കായംകുളത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർദ്രയ്ക്ക് മത്സ്യകന്യകയുടെ അടുക്കെ പോകണം. അവിടെ പോയി കുറച്ച് നേരം കറങ്ങിയാലേ അവൾക്ക് പറ്റത്തുള്ളൂ. ഞങ്ങൾ മത്സ്യകന്യകയെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ കുറച്ച് പിള്ളേർ നിന്ന് മീനെ പിടിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ചെറിയ മീനെ മാത്രമാണ് അവർക്ക് പിടിക്കാൻ സാധിച്ചത്. ഞങ്ങൾ മത്സ്യകന്യകയുടെ അടുത്തൊക്കെ ചെന്നു. പക്ഷേ മത്സ്യകന്യകയുടെ തൊട്ടിപ്പുറത്തുള്ള കളിസ്ഥലത്ത് കളിക്കുക എന്നുള്ളതായിരുന്നു ആർദ്രയുടെ ആഗ്രഹം. പക്ഷേ അവിടെ എല്ലാം പോച്ച പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിട്ടില്ല. വല്ല പാമ്പോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ മത്സ്യകന്യകയുടെ തലേ വരെ ചെടികൾ കിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പം കുട്ടികളുടെ മീനെ പിടിച്ചിട്ടേക്കുന്ന ബക്കറ്റിനകത്ത് നോക്കിയപ്പോൾ ചെറിയ കുറച്ച് മത്സ്യങ്ങൾ മാത്രമാണ്. അവിടെ നിന്ന് ഞങ്ങൾ കേക്ക് വേൾഡിൽ പോയി. ആർദ്ര കുറേ നാളായിട്ടേ പറയുന്നതാണ് കേക്ക് വേൾഡിൽ പോയി അവൾക്ക് ഫ്രഞ്ച് ഫ്രൈസും പുട്ട് ഐസ്ക്രീമും ഒക്കെ കഴിക്കണമെന്ന്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തിരക്കാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറിന് പുറത്ത് സമയമെടുക്കും നമുക്ക് ഓർഡർ ചെയ്ത ഐറ്റംസ് കിട്ടാനായിട്ട്. അതുവരെ കാത്തൂനെ സമാധാനിപ്പിക്കാനായിട്ട് കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ് എല്ലാം എടുത്ത് കളിക്കാനായിട്ട് കൊടുത്തു. അവളത് വലിച്ചു കീറിയും അതും കൊണ്ട് കളിച്ചു നോക്കി ഇരുന്നപ്പോഴത്തേക്കിന് ഫ്രഞ്ച് ഫ്രൈസ് മുന്നിലെത്തി. ഫ്രഞ്ച് ഫ്രൈസ് സോസ് ഒഴിച്ചിട്ട് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് പക്ഷേ അവിടെ നിന്ന് വരുന്ന ആ കട്ടിയുള്ള മയണൈസ് കൂട്ടി കഴിക്കുന്നതിനാണ് താല്പര്യം. കാത്തൂന് വലുതായിട്ട് കൊടുത്തില്ല. കാര്യം കുട്ടിക്ക് വയറുവേദന എടുത്താലോ എന്നുള്ള പേടി കാരണം കാത്തൂനെ ജസ്റ്റ് കാണിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പോഴത്തേക്കിന് ബട്ടർ ചിക്കൻ വന്ന് ബട്ടർ നാൻ വന്ന്. എനിക്ക് കേക്ക് വേൾഡിൽ ഏറ്റവും ഇഷ്ടം ബട്ടർ ചിക്കനും ബട്ടർ നാനുമാണ്. കാത്തൂന് ശകലം സോസ് പേരിനും വേണ്ടി ഒഴിച്ചു കൊടുത്തു. അവൾക്ക് സോസ് മതി, മറ്റേതൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം പുട്ട് ഐസ്ക്രീം വന്നു. നേരത്തെ പുട്ട് ഐസ്ക്രീമിൽ 3-4-5 ഫ്ലേവറുകൾ വരുമായിരുന്നു. അപ്പം ജസ്റ്റ് 3 ഫ്ലേവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിപ്പമൊക്കെ ഇത് തന്നെ ആയിരുന്നു പണ്ടും. നല്ല ടേസ്റ്റിയാണ് അവിടുത്തെ പുട്ട് ഐസ്ക്രീം. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര രസമായിട്ട് തോന്നുകയും ചെയ്യും. അവരത് ആസ്വദിച്ച് കഴിക്കുന്നുമുണ്ടായിരുന്നു. കാത്തൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ കാത്തൂന് തണുപ്പ് പ്രശ്നമായതുകൊണ്ട് അധികമായിട്ട് കൊടുത്തില്ല. ആർദ്രയും രേഷ്മയും ഞാനുമാണ് ഐസ്ക്രീം കഴിച്ചത്. കാത്തു അത് കഴിച്ചിട്ട് കൊള്ളാമെന്ന് ലൈക്കൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ആർദ്രയും ലൈക്ക് കാണിച്ചു. അമ്മ ലൈക്കൊന്നും കാണിക്കാനുള്ള സമയം കളയാതെ തന്നെ മൊത്തം ഐസ്ക്രീമും തട്ടിവിട്ടുകൊണ്ടിരിക്കുകയാണ്. കാത്തൂന് കൊടുക്കുന്നെന്നുള്ള പേര് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് സ്പൂണിനകത്ത് അവൾ ജസ്റ്റ് ചിരി ഒന്ന് കയറ്റത്തേ ഉള്ളൂ. ഭയങ്കര പേടിയാണ്. കാത്തൂന് പനി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ അവൾക്ക് കൊടുത്തുള്ളൂ. ഓണത്തിൻ്റെ പാവാടയും ഉടുപ്പും തന്നെയാണിതും. പെൺകുട്ടികളായതുകൊണ്ടേ അവർക്ക് പാവാട, ഉടുപ്പ്, ഒരുപാട് ഡ്രസ്സസിൻ്റെ കളക്ഷൻസ് എല്ലാം
എല്ലാ കടകളിലും കാണും. ആൺകുട്ടികൾക്ക് അത്രമേൽ ഒരു കളക്ഷൻസ് മിക്ക കടകളിലും കാണുന്നില്ല. പിന്നെ അവിടുത്തെ അക്വേറിയത്തിൽ ഒരു ചെറിയ മീനുണ്ടായിരുന്നു. ആ മീനെയൊക്കെ കാത്തൂനെ കാണിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ അവിടുന്ന് വീട്ടിലോട്ട് തിരിച്ച് പോന്നു. വീട്ടിൽ വന്ന് അവിടെ കാത്തു പാവാടയും ഉടുപ്പും എല്ലാം ഒരു കഴിഞ്ഞ് പാമ്പേഴ്സ് ഗേളായി മാറി. കണ്ണാടിയൊക്കെ വെച്ച് കുറേ നേരം അങ്ങോട്ട് UDC നടക്കുന്നതിൻ്റെ കൂട്ട് നടക്കുകയും ഡയലോഗ് അടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാത്തു കഥയൊക്കെ പറയുവേ, നല്ല രസമാണ് കാത്തുവിൻ്റെ കഥ പറച്ചിലൊക്കെ കേൾക്കാൻ. കാത്തു കണ്ണാടി അത് പൊട്ടിച്ച് രണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കാത്തു ഇന്ന് രാവിലെ വീട്ടിൽ വന്നപ്പം വീട്ടിലിരുന്ന കളിപ്പാട്ടമൊക്കെ എടുത്ത് വെച്ച് കളിക്കുകയുണ്ടായി.